നമുക്ക് 10th ചാപ്റ്റർ നോക്കാം. IT അപ്ലിക്കേഷൻസ്. ആദ്യം IT എന്താണെന്ന് നോക്കാം. IT എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ ടെക്നോളജിയാണ്. ITയോടൊപ്പം ചേർത്ത് പറയുന്ന മറ്റൊരു വാക്കുകൂടിയുണ്ട്, ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ICT. കീ കോൺസെപ്റ്റ്സിലേക്ക് വരാം. ഇ ഗവേണൻസിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ടൈപ്സ് ഓഫ് ഇൻട്രാക്ഷൻസ്, ഇൻഫ്രാസ്ട്രക്ചർ, ബെനിഫിറ്റ്സ് ഓഫ് ഇ ഗവേണൻസ്, ചാലഞ്ചസ് ഓഫ് ഇ ഗവേണൻസ്. നെക്സ്റ്റ് നമുക്ക് ഇ ബിസിനസ്സിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ഇലക്ട്രോണിക് ബിസിനസ്, അതിൽ ഇ കോമേഴ്സും ഇ ബിസിനസ്സും പഠിക്കാനുണ്ട്. പിന്നെ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റത്തിനെ പറ്റി പറയാനുണ്ട്. ഇ ബാങ്കിങ് എന്താണെന്ന് നമ്മൾ പഠിക്കും. പിന്നെ അഡ്വാൻറ്റേജസ് ഓഫ് ഇ ബിസിനസ് ആൻഡ് ചാലഞ്ചസ് ഓഫ് ഇ ബിസിനസ്. നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് ഇ ലേണിംഗ് ആണ്. ഇ ലേണിംഗ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ, കമ്പ്യൂട്ടറിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും സഹായത്തോടെയുള്ള ലേണിംഗ് പ്രോസസ്സ്, പഠനം. ഇ ലേണിങ്ങിന് ഉപയോഗിക്കുന്ന ടൂൾസ് ഏതൊക്കെയാണെന്ന് പഠിക്കാനുണ്ട്. പിന്നെ ഇ ലേണിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് പറയാനുണ്ട്. അതുപോലെ ഇ ലേണിംഗ് നേരിടുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ICT അപ്ലിക്കേഷൻസ് ഇൻ ഹെൽത്ത് കെയർ. ഹെൽത്ത് കെയറിൽ, അതായത് ആരോഗ്യ മേഖലയിൽ എങ്ങനെയാണ് ഈ ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും ഒക്കെ ഉപയോഗിക്കുന്നത് എന്നാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് പറയുന്നുണ്ട്. പേഷ്യൻസിൻ്റെ റെക്കോർഡ് എങ്ങനെയാണ്, റെക്കോർഡ് കീപ്പിംഗ് സിസ്റ്റത്തിനെ പറ്റി പറയുന്നുണ്ട് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടുള്ള. അതുപോലെ വെബ് ബേസ്ഡ് ഡയഗ്നോസിസ്, എങ്ങനെയാണ് ഇൻ്റർനെറ്റിലൂടെ തന്നെ രോഗങ്ങളെ ഡയഗ്നോസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ടെലിമെഡിസിൻ, ഡോക്ടർ ഏതോ ഒരു സ്ഥലത്തിരുന്നുകൊണ്ട് രോഗിയെ എങ്ങനെ കൺസൾട്ട് ചെയ്യും, രോഗി എങ്ങനെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ, ടെലിമെഡിസിൻ. ലാസ്റ്റ് വരുന്നത് ICT എനേബിൾഡ് സർവീസസ്. അതിൽ BPO, KPO, കോൾ സെൻറ്റേഴ്സ്. നമുക്ക് ഇ ഗവേണൻസിനെ പറ്റി പറയാം. ഇനി ഇ ഗവേണൻസിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ഇ ഗവേണൻസ് ഈസ് ദി ആപ്ലിക്കേഷൻ ഓഫ് ICT ഫോർ ഡെലിവറിങ് ഗവൺമെൻറ് സർവീസസ് ടു സിറ്റിസൺസ് ഇൻ എ കൺവീനിയൻറ്റ്, എഫിഷ്യൻറ്റ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് മാനർ. ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻസ് ആണ് ഇ ഗവേണൻസിൽ വരുന്നത്, ആരൊക്കെയായിട്ട് ഗവൺമെൻറ് ആരൊക്കെയായിട്ടാണ് ഇൻട്രാക്ട് ചെയ്യുന്നത് ഈ ഒരു ഇ ഗവേണൻസ് സിസ്റ്റത്തിൽ എന്നുള്ളതാണ് നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്നത്. G2G ആണ് ആദ്യം വരുന്നത്. അത് ഗവൺമെൻറ് ടു ഗവൺമെൻറ് സർവീസസ് ആണ്. അടുത്തത് G2C, ഗവൺമെൻറ് ടു സിറ്റിസൺ. G2B, ഗവൺമെൻറ് ടു ബിസിനസ്. ആൻഡ് G2E, ഗവൺമെൻറ് ടു എംപ്ലോയീസ്. ഇനി ഈ ഗവേണൻസിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറാണ്, എങ്ങനെയാണ് ഈ ഇൻട്രാക്ഷൻസ് ഒക്കെ നടക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ഗവേണൻസിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന് SDC, സ്റ്റേറ്റ് ഡാറ്റാ സെൻറ്റർ. രണ്ടാമതായി SWAN എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. SWAN എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഈ ഡാറ്റയെല്ലാം പല കമ്പ്യൂട്ടറുകളിൽ നിന്നും അല്ലെങ്കിൽ പല ഓഫീസുകളിൽ നിന്നും, ഗവൺമെൻറ് ഓഫീസുകളിൽ നിന്നും ആളുകളിലേക്കും അതുപോലെ മറ്റു ഓഫീസുകളിലേക്കൊക്കെ എത്തിക്കാനുള്ള നെറ്റ്വർക്കാണ് സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്ന SWAN. അതുകൂടാതെ മറ്റൊരു ഒന്നും കൂടിയുണ്ട്, CSC, കോമൺ സർവീസ് സെൻറ്റേഴ്സ്. ഇതിൽ സ്റ്റേറ്റ് ഡാറ്റാ സെൻറ്റർ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സ്റ്റേറ്റ് ഡാറ്റാ സെൻറ്റർ എന്ന പേരിൽ നിന്ന് തന്നെ നമുക്ക് കാര്യം മനസ്സിലാക്കാം. എല്ലാ ഡാറ്റയും, ഇതൊരു സെൻട്രൽ ഡാറ്റ റെപ്പോസിറ്ററിയാണ്. അതായത് എല്ലാ ഡാറ്റയും ഈ ഒരു സ്റ്റേറ്റ് ഡാറ്റാ സെൻറ്ററിലാണ് പോയി സ്റ്റോർ ആവുന്നത്. ഇവിടെ നിന്നാണ് നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രോസസ്സ് ചെയ്ത് ഇൻഫർമേഷൻ ലഭിക്കുന്നത്. ഇവിടെ നിന്നാണ്. കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്, K-SWAN ആണ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ബാക്ക് ബോണായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇനി CSCനെ പറ്റിയാണ് അടുത്തതായിട്ട് പറയേണ്ടത്. CSC എന്ന് പറയുന്നത് ഒരു കോമൺ സർവീസ് സെൻ്ററാണ്. നമുക്ക് ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്ന അക്ഷയ സെൻറ്റർ പോകുന്നത്. നമുക്കിപ്പോൾ ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് വേണം, അതുപോലെ എനി ടൈപ്പ് ഓഫ് സർട്ടിഫിക്കറ്റ്സ് നമുക്ക് വേണമെങ്കിലും നമ്മൾ അക്ഷയ സെൻറ്ററിലൂടെയാണ് അതിനുള്ള ആപ്ലിക്കേഷനൊക്കെ കൊടുക്കുന്നത്.
അക്ഷയ സെൻറ്റർ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റ് സർവീസസ് ആണ് ഇ ഗ്രാൻസ്, ഇ ഫയലിംഗ്, ഇ ഡിസ്ട്രിക്റ്റ്, ഇ ടിക്കറ്റിംഗ്. ഇതെല്ലാം തന്നെ നമുക്ക് അക്ഷയ സെൻറ്ററിലൂടെ ചെയ്യാവുന്നതാണ്. ഇനി ഇ ഗവേണൻസിൻ്റെ ബെനിഫിറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇ ഗവേണൻസ് ലീഡ്സ് ടു ഓട്ടോമേഷൻ ഓഫ് ഗവൺമെൻറ് സർവീസസ്. എല്ലാ ഗവൺമെൻറ് സർവീസസും ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നു. നമുക്ക് ഓഫീസിലേക്കൊന്നും പോകാതെ തന്നെ കാര്യങ്ങൾ സർട്ടിഫിക്കറ്റ്സിനൊക്കെ അപേക്ഷ കൊടുക്കാവുന്നതാണ്. അതുപോലെ ഡെമോക്രസി സ്ട്രെങ്തൻ ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊന്ന്. ആളുകൾക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമായി തീരുന്നു ഈ ഗവേണൻസിലൂടെ. മറ്റൊന്ന് മോർ ട്രാൻസ്പെറൻസി ഇൻ ഫങ്ഷനിങ്. എന്ത് കാര്യമായാലും വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സുതാര്യ കേരളം എന്ന് കേട്ടില്ലേ, വളരെ സുതാര്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് മേക്സ് എവറി ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് റെസ്പോൺസിബിൾ. എല്ലാ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റും ഇത് സുതാര്യമായതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നുള്ള ജനങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ മേക്സ് എവറി ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് റെസ്പോൺസിബിൾ ആസ് ദേ നോ ദാറ്റ് ദേ ആർ ക്ലോസ്ലി ഒബ്സർവ്ഡ്. എല്ലാവരും എല്ലാം അറിയുന്നുണ്ട് എന്നുള്ളതുകൊണ്ട്. മറ്റൊന്ന് സേവ്സ് അൺനെസസറി വിസിറ്റ്സ് ഓഫ് ദി പബ്ലിക് ടു ഓഫീസസ്. ഓഫീസിൽ ആവശ്യമില്ലാണ്ട് പഞ്ചായത്ത് ഓഫീസിലും വില്ലേജ് ഓഫീസിലും ഒക്കെ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. ഇനി എന്തൊക്കെയാണ് ഈ ഗവേണൻസിൻ്റെ ചാലഞ്ചസ് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ലിറ്ററസിനാണ്. എല്ലാവർക്കും കമ്പ്യൂട്ടറിനെ പറ്റി അറിവുണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരിലേക്കും ഈ ഗവേണൻസ് നടപ്പിലാവുക എന്നുള്ളത് ഒരു വലിയ പ്രയാസമുള്ള കാര്യം തന്നെയാണ്. മറ്റൊന്ന് എല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് അല്ലെങ്കിൽ വെബ് ബേസ്ഡ് ആവുമ്പം സൈബർ അറ്റാക്കിനൊക്കെയുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സിസ്റ്റം ഡൗൺ ആവാം, നമ്മുടെ ഡീറ്റെയിൽസ് ഹാക്ക് ചെയ്യപ്പെടാം, അതിനെല്ലാം സാധ്യതയുണ്ട്. മറ്റൊന്ന് വലിയൊരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റും പ്ലാനിങ്ങും ഒക്കെ ഈ ഗവേണൻസിനായിട്ട് വേണ്ടിവരും. ഇപ്പോൾ വലിയൊരു എമൗണ്ട് തന്നെ മുടക്കേണ്ടി വരും. അതുപോലെ ഇതിൻ്റെ ഈ മെയിൻ്റനൻസും ചിലവേറിയതാണ്. പിന്നെ മറ്റൊന്ന് പല ആളുകളും അവരുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതിന് മടി കാണിക്കും. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും യോജിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ ഗവേണൻസ് സാധ്യമാവുള്ളൂ. അടുത്തതായി നമ്മൾ നോക്കുന്നത് ചില ഉപയോഗപ്രദമായ ഇ ഗവേണൻസ് വെബ്സൈറ്റുകളാണ്. യൂസ്ഫുൾ ഇ ഗവേണൻസ് വെബ്സൈറ്റ്സ്. ഏറ്റവും ആദ്യത്തെ നമ്മുടെ ഹയർ സെക്കൻഡറീൻ്റെ വെബ്സൈറ്റ് തന്നെയാണ് www.dhsckerala.gov.in. ഇത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷന് വേണ്ടിയുള്ള വെബ്സൈറ്റാണ്. അതുപോലെ പരീക്ഷേൻ്റെ ടൈം ടേബിള് ഇതെല്ലാം തന്നെ DHSCയിൽ അവൈലബിൾ ആയിരിക്കും. മറ്റൊന്ന് ഇ ഡിസ്ട്രിക്റ്റ് ആണ്. www.edistrict.kerala.gov.in. ഗവൺമെൻറ്റിൻ്റെ സർവീസസ് ആണ് ഇതിലുള്ളത്, ഡിസ്ട്രിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട്. അടുത്തത് www.incometexindia.gov.in. മറ്റൊന്ന് കേരള MVD.gov.in. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു വെബ്സൈറ്റാണ്. മറ്റൊന്ന് www.rti.gov.in. റൈറ്റ് ടു ഇൻഫോർമേഷൻ. RTI എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ഇൻഫോർമേഷൻ. മറ്റൊന്ന് itmission.kerala.gov.in. IT സർവീസസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സൈറ്റാണിത്. മറ്റൊന്ന് spark.gov.in. ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ സാലറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സൈറ്റാണ് ഇത്. ഈ ഓരോ സൈറ്റിൻ്റെയും ഡീറ്റെയിൽസ് ഇത് DHSCൻ്റെ വെബ്സൈറ്റിൻ്റെ ചിത്രമാണ്. അതുപോലെ ഈ ഡിസ്ട്രിക്റ്റാണിത്. അടുത്ത് നമുക്ക് ചെക്ക് യുവർ സെൽഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. നെയിം ദി ആപ്ലിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി for delivering government services to citizens in a convenient, efficient and transparent manner. ഉത്തരം ഇ ഗവേണൻസ് ആണ്. രണ്ടാമത്തെ ചോദ്യം ഡിഫൈൻ ദി ടേം ഇ ഗവേണൻസ്. അതിൻ്റെ ആൻസർ ആദ്യത്തെ ചോദ്യമാണ്. ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഫോർ ഡെലിവറിങ് ഗവൺമെൻറ് സർവീസസ്, അതാണ് ഉത്തരം. അടുത്ത മൂന്നാമത്തെ ചോദ്യം ഇ ഗവേണൻസ് ഫെസിലിറ്റേറ്റ്സ് interaction between different stakeholders in governance. Say whether the statement is true or false. Statement is true. നാലാമത്തെ ചോദ്യം give an example for an e-governance website. നമ്മൾ DHSCൻ്റെ സൈറ്റ് തന്നെ പറയാം, www.dhsckerala.gov.in. അടുത്ത അഞ്ചാമത്തെ ചോദ്യം വാട്ട് ഈസ് കേസ് വാൻ. കേസ് വാൻ എന്ന് പറഞ്ഞാൽ കേരള
സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അടുത്തത് ഇ ബിസിനസ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദി ഷെയറിംഗ് ഓഫ് ബിസിനസ് ഇൻഫർമേഷൻ, മെയിൻറ്റെയിനിങ് ബിസിനസ് റിലേഷൻഷിപ്സ് ആൻഡ് കണ്ടക്ടിങ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ബൈ മീൻസ് ഓഫ് ദി ICT ആപ്ലിക്കേഷൻ. അടുത്തതായി കോമേഴ്സും ബിസിനസ്സും കൂടി ഒന്നിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. രണ്ടും നമ്മൾ പരസ്പരം മാറി മാറി ഉപയോഗിക്കാറുണ്ട്. കോമേഴ്സിന് പകരം ബിസിനസ്സും ബിസിനസ്സിന് പകരം കോമേഴ്സും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതെന്താണെന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. കോമേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് കവേഴ്സ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ദാറ്റ് ഇൻവോൾവ് എക്സ്ചേഞ്ച് ഓഫ് മണി. അതാണ് കോമേഴ്സ്. പക്ഷേ ബിസിനസ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് all aspects of running a business such as marketing, obtaining raw materials or goods, customer education, looking for suppliers, etc. Thus, business is an extension of commerce. അടുത്തതായി നമുക്ക് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം EPSനെ പറ്റി പറയാം. കോമേഴ്സിലും ബിസിനസ്സിലൊക്കെ പ്രധാനമായിട്ട് വേണ്ട ഒരു സംഭവമാണ് EPS. അതിൻ്റെ ഒരു ഡെഫിനിഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. A system of financial exchange between buyers and sellers in an online environment is called electronic payment system. അടുത്തതായി ബാങ്കിങ്ങിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഒരു കോവിഡ് കാലത്ത് നമുക്കറിയാം, നമ്മൾ ബാങ്കിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇല്ലാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ ക്യാഷ് നമുക്ക് EPS വഴി പേയ്മെൻ്റൊക്കെ നടത്താൻ നമുക്ക് കഴിയും. അതുപോലെ എല്ലാ കാര്യങ്ങളും ബാങ്കിങ് വഴി നമുക്ക് പോസിബിളാണ്. എന്താണ് ബാങ്കിങ്? അതിൻ്റെ ഒരു ഡെഫിനിഷൻ ഇവിടെ പറയുന്നുണ്ട്. ബാങ്കിങ് ഓർ ഇലക്ട്രോണിക് ബാങ്കിങ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഓട്ടോമേറ്റഡ് ഡെലിവറി ഓഫ് ബാങ്കിങ് സർവീസസ് ഡയറക്ട്ലി ടു കസ്റ്റമേഴ്സ് ത്രൂ ഇലക്ട്രോണിക് ചാനൽ. ഇറ്റ് ക്യാൻ ആക്സസ് ഡാറ്റ വിത്തൗട്ട് ജോഗ്രഫിക്കൽ ലിമിറ്റേഷൻസ്. ഇപ്പോൾ വിദേശത്തുള്ള ബാങ്കിൻ്റെ പോലും അക്കൗണ്ട് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ട്രാൻസാക്ഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ മൊബൈലിൽ ഒരു ബാങ്കിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് എല്ലാം ആ ആപ്പ് വഴി നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതാണ് ബാങ്കിങ്. അടുത്തതായി അഡ്വാൻറ്റേജസ് ഓഫ് ബിസിനസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് എവിടുന്ന് വേണമെങ്കിലും ബിസിനസ്സിലൂടെ നമുക്ക് എവിടുന്ന് വേണമെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ ആമസോൺ വഴിയൊക്കെ ഫ്ലിപ്കാർട്ട് വഴിയൊക്കെ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നില്ലേ, അപ്പോൾ ഇറ്റ് ഓവർകംസ് ജോഗ്രഫിക്കൽ ലിമിറ്റേഷൻസ്. മറ്റൊന്ന്, ബിസിനസ് റെഡ്യൂസസ് ദി ഓപ്പറേഷണൽ കോസ്റ്റ്. ഇപ്പോൾ ഒരു ദൂരെയുള്ള എന്തെങ്കിലും ഒരു സംഗതി നമ്മൾ വാങ്ങുകയാണെങ്കിൽ അതിങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റൊക്കെ വളരെ വലുതായിരിക്കും. പക്ഷേ നമ്മളിപ്പോൾ ആമസോൺ പോലെയൊക്കെയുള്ള സൈറ്റിൽ നിന്ന് ബിസിനസ് സൈറ്റുകളാണ് അതൊക്കെ, അതിൽ നിന്നൊക്കെ കോമേഴ്സ് സൈറ്റുകൾ, അതിൽ നിന്നൊക്കെ നമ്മൾ പർച്ചേസിങ് നടത്തുകയാണെങ്കിൽ നമുക്ക് ഓപ്പറേഷണൽ കോസ്റ്റ് വളരെ കുറവായിരിക്കും. മറ്റൊന്ന്, ഇറ്റ് മിനിമൈസ് ദി ട്രാവൽ ടൈം ആൻഡ് കോസ്റ്റ്. ട്രാവൽ ടൈം കുറയ്ക്കുന്നുണ്ട്. നമ്മൾ പോയി സാധനം വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിപ്പം കോഴിക്കോട് നിന്ന് അല്ലെങ്കിൽ തിരുവനന്തപുരത്തു നിന്ന് ഒരു സാധനം വാങ്ങാനുണ്ടെങ്കിൽ നമുക്ക് തിരുവനന്തപുരത്ത് പോകേണ്ട ആവശ്യമില്ല. ബിസിനസ്സിൽ അത് ഇവിടേക്ക് എത്തിക്കോളും. ഇപ്പം നമുക്ക് ഒരു ദിവസം മുഴുവൻ ട്രാവൽ ചെയ്ത് അവിടെ പോയി സാധനം വാങ്ങുന്നതിന് പകരം നമുക്കത് ആമസോണോ ഫ്ലിപ്കാർട്ടോ വഴി നമുക്ക് എത്തുന്നതാണ്. അതുപോലെ ഇറ്റ് റിമെയിൻസ് ഓപ്പൺ ഓൾ ദി ടൈം. നമുക്ക് അർദ്ധരാത്രിയോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പർച്ചേസിംഗ് ഒക്കെ നടത്താവുന്നതാണ്. മറ്റൊന്ന്, വി ക്യാൻ ലൊക്കേറ്റ് ദി പ്രോഡക്റ്റ് ക്വിക്കർ ഫ്രം എ വൈഡ് റേഞ്ച് ഓഫ് ചോയ്സസ്. നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ വാങ്ങാൻ ഉദ്ദേശിച്ച എന്ത് സംഗതിയായാലും നമുക്കത് ഇഷ്ടമുള്ള ഏറ്റവും നമ്മുടെ നമ്മൾ എത്ര വിലയാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ നമ്മുടെ ചോയ്സിനനുസരിച്ചുള്ള ഒരു തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. വി ക്യാൻ ലൊക്കേറ്റ് ദി പ്രോഡക്റ്റ് ക്വിക്കർ ഫ്രം എ വൈഡ് റേഞ്ച് ഓഫ് ചോയ്സസ്. ഇത്രയാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ അഡ്വാൻറ്റേജസ്. നെക്സ്റ്റ് നമുക്ക് ബിസിനസ്സിൻ്റെ ചാലഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ട് എ ഗുഡ് പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ ഈസ് അൺഅവെയർ ഓഫ് IT ആപ്ലിക്കേഷൻസ്. കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും ഒന്നും അറിയാത്ത ആളുകളാണ് കൂടുതലും. അവർക്ക് ബിസിനസ് ചെയ്യാനൊന്നും കഴിയില്ല.
മറ്റൊന്ന്, മോസ്റ്റ് ഓഫ് ദി കസ്റ്റമേഴ്സ് ഇൻ റൂറൽ ഏരിയ ഡു നോട്ട് പൊസസ് പ്ലാസ്റ്റിക് മണി. പ്ലാസ്റ്റിക് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് പോലെയുള്ള കാർഡുകൾ, ATM കാർഡ് ഒക്കെ, അതുപോലെയുള്ള കാർഡൊന്നും അവരുടെ കയ്യിൽ ഉണ്ടാവില്ല. അതുപോലെ ദേ ഡോണ്ട് ഹാവ് നെറ്റ് ബാങ്കിങ് സിസ്റ്റം. നെറ്റ് ബാങ്കിങ് അവർക്ക് എന്താണെന്ന് തന്നെ അറിയാനുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ബിസിനസ് ചെയ്യാനും പറ്റില്ല. മറ്റൊന്ന്, നമ്മൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് നമ്പർ, പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻസ് നമ്മൾ ചിലപ്പം കൊടുക്കേണ്ടി വരും. മറ്റും ചിലപ്പം നമ്മൾ കബളിപ്പിക്കപ്പെടും. ഫിഷിംഗ് സൈറ്റുകളിലേക്ക് നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം പണി പാളും. അതാണ് മറ്റൊന്ന്. ദർ ഈസ് നോ ടച്ച് ആൻഡ് ഫീൽ അഡ്വാൻറ്റേജ്. അതായത് നമുക്ക് സാധനങ്ങൾ തൊട്ട് നോക്കി അത് ഫീൽ ചെയ്തൊന്നും വാങ്ങാൻ നമുക്ക് കഴിയില്ല. അതുപോലെ ഈ ബിസിനസ്സിൽ പ്രോപ്പർ ഷിപ്പിംഗ് ഈസ് നീഡഡ്. എന്നാൽ മാത്രമേ അത് സക്സസ്ഫുൾ ആവുള്ളൂ. കുറച്ച് യൂസ്ഫുൾ ഈ ബിസിനസ് വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ IRCTC ആണ്. IRCTC എന്ന് പറയുന്നത് നമുക്ക് റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു സൈറ്റാണ്. മറ്റൊന്ന് Amazon.com. Amazon.com നിങ്ങൾക്ക് വളരെ ഫെമിലിയറാണ്. ഇപ്പോൾ ഈ ഒരു കൊറോണ കാലത്ത് നമ്മൾ എന്ത് സാധനവും വാങ്ങുന്നത് ആമസോണിലൂടെയാണ്. മറ്റൊന്ന് eBay, അതുപോലെ LIC ഇന്ത്യ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ സൈറ്റാണ്. എയർ ഇന്ത്യ, കേരള RTC, കേരള ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ സൈറ്റാണ്. ബുക്ക് മൈ ഷോ, ഫിലിം ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ ബുക്ക് മൈ ഷോ നോക്കാം. അതുപോലെ ഫ്ലിപ്കാർട്ട് മറ്റൊരു സൈറ്റാണ്. ഇത് IRCTCൻ്റെ വെബ്സൈറ്റാണ്. നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വെബ്സൈറ്റിലാണ് നമ്മൾ നോക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ള ആമസോണിൻ്റെ വെബ്സൈറ്റാണ്. ഈ സൈറ്റിലൂടെയാണ് നമ്മൾ പല കാര്യങ്ങളും പർച്ചേസ് ചെയ്യുന്നത്. ഈ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സൊക്കെ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സിസ്റ്റം ഓഫ് ഫിനാൻഷ്യൽ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഇൻ എൻ ഓൺലൈൻ എൻവയോൺമെൻറ്റ് ഈസ് നോൺ ആസ് ഇ-ബിസിനസ്. രണ്ടാമത്തെ ചോദ്യം, ഡിഫൈൻ ഇ-ബിസിനസ്. ഓക്കെ, ഡിഫൈൻ ഇ-ബിസിനസ് നമുക്ക് മുകളിൽ പറഞ്ഞ ആ സംഭവം തന്നെ എഴുതാം. ദി സിസ്റ്റം ഓഫ് ഫിനാൻഷ്യൽ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഇൻ എൻ ഓൺലൈൻ എൻവയോൺമെൻറ്റ് ഈസ് നോൺ ആസ് ഇ-ബിസിനസ് എന്ന് എഴുതാവുന്നതാണ്. അടുത്ത, ഡിഫൈൻ ഇ-ബാങ്കിങ്. ഇ-ബാങ്കിങ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്യാവുന്നതാണ്. ഇ-ബാങ്കിങ് ഈസ് ദി ഓട്ടോമേറ്റഡ് ഡെലിവറി ഓഫ് ബാങ്കിങ് സർവീസസ് with the help of ICT. Next question, check whether the following statement is true or false. E-business is an extension of e-commerce. അത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. ഇ-ബിസിനസ് ഇ-കോമേഴ്സിൻ്റെ എക്സ്റ്റൻഷൻ തന്നെയാണ്. ഇറ്റ് ഈസ് ട്രൂ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇ-ലേണിങ്ങിനെ പറ്റിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇ-ലേണിംഗ് എന്താണെന്ന് പറയാം. ദി യൂസ് ഓഫ് ഇലക്ട്രോണിക് മീഡിയ ആൻഡ് ICT ഇൻ എഡ്യൂക്കേഷൻ ഈസ് ടേംഡ് ഇ-ലേണിംഗ്. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കൊറോണ കാലത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇ-ലേണിംഗ് ആണ്. നമ്മൾ നേരിട്ട് ടീച്ചറും കുട്ടികളും കാണുന്നില്ല, ഇല്ലാതെ തന്നെ ഒരു ക്ലാസ് റൂമിൽ ഒന്നിച്ചിരിക്കാതെ തന്നെ നമ്മളിപ്പം പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ കൊറോണ കാലത്ത് നടക്കുന്ന പഠന രീതി. ഈ ലേണിങ്ങിന് ഉപയോഗിക്കുന്ന ടൂൾസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. 1, ഇ-ബുക്ക് റീഡർ. 2, ഇ-ടെക്സ്റ്റ്. 3, ഓൺലൈൻ ചാറ്റ്. 4, എഡ്യൂക്കേഷണൽ TV ചാനൽസ്. ആൻഡ് 5th വൺ ഈസ് ഇ-കണ്ടൻറ്റ്. ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യത്തേത് ഇ-ബുക്ക് റീഡർ. ഇറ്റ് ഈസ് ദി ഇലക്ട്രോണിക് ബുക്ക് റീഡർ. Second one is e-text. Text in electronic form, and it can be converted to any format such as voice or video. And third one, educational TV channel such as Kite Vectors. Fourth one is online chatting, that is the exchange of messages between people. And fifth one is the e-content. E-content എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും വീഡിയോസൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ടീച്ചർ ചെയ്യുന്നത് പോലെ ഒരു ചാനലിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് ഈ കണ്ടൻറ്റായി മാറും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അത് കാണാൻ കഴിയും. ഇ ലേണിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇ ലേണിംഗ് ഹാസ് ലോട്ട് ഓഫ് അഡ്വാൻറ്റേജസ്. ഇ ലേണിംഗ് ഹാസ് എബിലിറ്റി ടു ഓഫർ കോഴ്സസ് ഓൺ വെറൈറ്റി ഓഫ് സബ്ജക്ട്സ് ടു ലാർജർ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫ്രം ഡിസ്റ്റൻറ്റ് ലൊക്കേഷൻ. ആർക്കും എവിടെ ഇരുന്നും ഇ ലേണിംഗ്
സാധ്യമാണ്. ഇപ്പം പല കുട്ടികളും സ്കൂളിലിപ്പം നമ്മുടെ സ്പോർട്സ് കുട്ടികളെല്ലാം അവരെ വീട്ടിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. കുറേ ദൂരെയുള്ള കുട്ടികൾ പോലും ഇപ്പം സ്കൂളിൽ ആരും നിങ്ങളെല്ലാവരും തന്നെ നിങ്ങൾ സ്കൂളിൽ വരാതെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതൊരു അഡ്വാൻറ്റേജാണ്. മറ്റൊന്ന്, ഇ ലേണിംഗ് കോസ്റ്റ് ഫോർ ലേണിംഗ് ഈസ് മച്ച് ലെസ്. ഇ ലേണിങ്ങിന് വളരെ ചെറിയൊരു എക്സ്പെൻസ് മാത്രമേ ആവുന്നുള്ളൂ. ട്രാവൽ ചെയ്ത് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, കുട്ടിക്ക് വീട്ടിലിരുന്ന് പഠിക്കാം. മറ്റൊന്ന്, പീപ്പിൾ വിത്ത് ലിമിറ്റഡ് ഫൈനാൻഷ്യൽ റിസോഴ്സ് ആർ വെരി മച്ച് സപ്പോർട്ടഡ് ബൈ ദി ലോവർ കോസ്റ്റ് ഓഫ് ഇ ലേണിംഗ്. മറ്റൊന്ന്, ഇറ്റ് പ്രൊവൈഡ്സ് ഫെസിലിറ്റി ടു ഡു ഓൺലൈൻ കോഴ്സസ്. ഓൺലൈൻ കോഴ്സുകൾ ഇഷ്ടംപോലെ ഓൺലൈൻ കോഴ്സുകൾ അവൈലബിൾ ആണ്. അത് ആർക്കും എപ്പോഴും ചെയ്യാവുന്നതാണ്. ദെൻ ടൈം ആൻഡ് പ്ലേസ് ഈസ് നോട്ട് എ കൺസ്ട്രെയിൻറ്റ് ഫോർ ഇ ലേണിംഗ്. ഇ ലേണിങ്ങിൽ നമുക്ക് എപ്പം വേണമെങ്കിലും ഏത് സ്ഥലത്തിരുന്നും പഠിക്കാം. നിങ്ങൾ ചിലപ്പോൾ റേഞ്ച് ഇല്ലെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കില്ല പഠിക്കുന്നത്, പുറത്തൊക്കെ പോയിരുന്ന് ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പം ടൈം ആൻഡ് പ്ലേസ് ഈസ് നോട്ട് എ കൺസ്ട്രെയിൻറ്റ് ഫോർ ഇ ലേണിംഗ്. അടുത്ത ടോപ്പിക്ക് ചാലഞ്ചസ് ടു ഇ ലേണിംഗ് ആണ്. നമ്മുടെ ഈ കൊറോണ കാലത്ത് നമുക്ക് ഏറ്റവും സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ ഇ ലേണിംഗ്. ശരിക്കും നമുക്ക് വല്ലാണ്ട് മടുത്തിട്ടുണ്ട് ഇ ലേണിംഗ് കൊണ്ട്, അല്ലേ? ടീച്ചർക്ക് കുട്ടികളെ കാണാൻ പറ്റുന്നില്ല, കുട്ടികൾക്ക് ടീച്ചറെ കാണാൻ പറ്റുന്നില്ല. അതുപോലെ നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ കണ്ടുകൊണ്ട് അടുത്തടുത്തിരുന്ന് പഠിക്കാനും അതുപോലെ ഫ്രീ പീരീഡിൽ നിങ്ങൾക്ക് സംസാരിക്കാനും ഒന്നും കഴിയുന്നില്ല. ഭയങ്കര സങ്കടമാണ് എല്ലാവർക്കും. കുട്ടികൾക്കും സങ്കടമാണ്, ടീച്ചേഴ്സിനും സങ്കടം തന്നെയാണ് ഈ ഒരു കാര്യം കൊണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ലേണിങ്ങിൻ്റെ ചാലഞ്ചസ് നമുക്കൊന്ന് നോക്കാം. ഫേസ് ടു ഫേസ് കോണ്ടാക്ട് ബിറ്റ്വീൻ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ഈസ് നോട്ട് പോസിബിൾ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചാലഞ്ച്. മറ്റൊന്ന്, പ്രോപ്പർ ഇൻട്രാക്ഷൻ അമംഗ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ആർ ഓഫൺ ലിമിറ്റഡ്. നമുക്ക് സംശയമൊക്കെ ചോദിക്കണമെങ്കിലൊന്നും അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് ചോദിക്കാനൊന്നും കഴിയില്ല. ഇൻട്രാക്ഷൻ വളരെ കമ്മിയാണ് ഈ ഒരു ഇ ലേണിംഗ് പ്രോസസ്സിൽ. മറ്റൊന്ന്, എക്യുപ്മെൻറ്റ് ആൻഡ് ടെക്നോളജി റിക്വയർമെൻറ്റ് റെസ്ട്രിക്റ്റ് അഡോപ്ഷൻ ഓഫ് ഇ ലേണിംഗ്. കമ്പ്യൂട്ടറും ഹൈ സ്പീഡ് ഇൻ്റർനെറ്റും ഒക്കെ ഇതിന് വേണം. അത് വലിയൊരു സങ്കടം തന്നെയാണ്, എല്ലാവർക്കും അതൊക്കെ ഉണ്ടാവണമെന്നില്ല. മറ്റൊന്ന്, ലേണേഴ്സ് ഹൂ റിക്വയർ കോൺസ്റ്റൻറ്റ് മോട്ടിവേഷൻ മേ നോട്ട് ബി സർവീസ്ഡ് അഡ്യൂക്കേറ്റ്ലി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഇപ്പം പല ആളുകളും നിങ്ങളുടെ ക്ലാസ്സിലെ പല കുട്ടികളും ടീച്ചർ നേരിട്ട് കാണുകയും പറയുകയൊന്നും ചെയ്യാത്തതുകൊണ്ട് ക്ലാസ്സുകൾ തീരെ അറ്റൻഡ് ചെയ്യാത്ത കുട്ടികളുണ്ട്. പല കുട്ടികൾക്കും അങ്ങനെ മോട്ടിവേഷൻ വേണ്ടി വരും. നേരിട്ട് ടീച്ചർ വിളിച്ച് പറയുകയും മക്കളെ പഠിക്കുകയെന്നൊക്കെ ടീച്ചർമാർ പറയേണ്ടി വരും. അപ്പോൾ നേരിട്ട് തന്നെ അവരോട് പറയേണ്ടി വരും, എന്നാൽ മാത്രമേ അവർക്ക് പഠിക്കാൻ തോന്നുള്ളൂ. അപ്പോൾ ലേണേഴ്സ് ഹൂ റിക്വയർ കോൺസ്റ്റൻറ്റ് മോട്ടിവേഷൻ മേ നോട്ട് ബി സർവീസ്ഡ് അഡ്യൂക്കേറ്റ്ലി. ശരിക്ക് കറക്റ്റായിട്ട് അവരെ നമുക്ക് പഠിപ്പിക്കാൻ കഴിയില്ല. മറ്റൊന്ന്, ഹാൻഡ്സ് ഓൺ പ്രാക്ടിക്കൽസ് ഇൻ റിയൽ ലാബ് സെനാരിയോ ഈസ് ഓൾസോ എ കൺസ്ട്രെയിൻറ്റ് ഇൻ ഇ ലേണിംഗ്. ഈ പ്രാക്ടിക്കൽസ് ഒന്നും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് മറ്റൊരു ഡിസഡ്വാൻറ്റേജ്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമല്ല, കാരണം നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ആയതുകൊണ്ട് മൊബൈലിൽ നിങ്ങൾ പ്രാക്ടിക്കൽസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കതൊരു പ്രയാസം അല്ല. പക്ഷേ സയൻസ് സ്റ്റുഡൻസിനെയൊക്കെ പറ്റി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് കെമിസ്ട്രി ലാബിലും ഫിസിക്സ് ലാബിലും ഒക്കെ നേരിട്ട് വന്ന് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതൊന്നും അവർ കണ്ടു പഠിച്ചാൽ മനസ്സിലാവില്ല. അടുത്തത് കുറച്ച് ഇ ലേണിംഗ് വെബ്സൈറ്റുകളാണ്. ആദ്യത്തേത് ഇത് ഹയർ സ്റ്റഡീസിന് വേണ്ടിയില്ല കേട്ടോ. ആദ്യത്തേത് ഇഗ്നോയു, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഇഗ്നോയു online.ac.in. ഇന്ദിരാഗാന്ധി ഇഗ്നോ എന്ന് ആണ് അതിൻ്റെ പേര് പറയുന്നത്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റീൻ്റെ വെബ്സൈറ്റാണത്. മറ്റൊന്ന്, നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ് nptel.iitm.ac.in. ഇത് IIT സ്റ്റുഡൻസിനൊക്കെ, എൻജിനീയറിംഗ് സ്റ്റുഡൻസ് പ്രത്യേകിച്ച് അവർക്ക് വേണ്ടിയുള്ള സൈറ്റാണ്. മറ്റൊന്ന്, നമ്മളെ യൂസ് ചെയ്യുന്ന സൈറ്റ്, നമ്മുടെ സൈറ്റ് ഇതാണ്, ncert.nic.in. നമ്മുടെ NCERT ബുക്സ് എല്ലാം ഇതിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമുക്കിപ്പം +2ൻ്റെ കൊമേഴ്സ് ബുക്കൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ NCERT ബുക്കാണ്, അത് നിങ്ങൾക്ക് ഈ ncert.nic.in എന്ന് പറയുന്ന സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ SCERTൻ്റെ സൈറ്റ് ഉണ്ട്, അതും ബുക്കുകളൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റിയ സൈറ്റാണ്, www.scert.nic.in. അതുപോലെ spokentutorial.org മറ്റൊരു സൈറ്റാണ്, IIT മുംബൈൻ്റെ ഒരു സംരംഭമാണത്. അതുപോലെ w3schools.com ഏറ്റവും അധികം കമ്പ്യൂട്ടർ സ്റ്റുഡൻസിന് ഏറ്റവും അധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് w3schools.com. നമ്മൾ തുടക്കത്തിൽ
ഇല്ല, നിങ്ങൾക്ക് തന്നില്ല അല്ലേ. W3 സ്കൂളിൽ നമ്മൾ അടുത്ത കൊല്ലം നമ്മൾ W3 സ്കൂളിൻ്റെ സൈറ്റിലിരുന്ന് എങ്ങനെയാണ് പഠിക്കുന്നതെന്നുള്ളത് ടീച്ചർ പഠിപ്പിച്ചു തരും. HTML, CSS, ജാവാസ്ക്രിപ്റ്റ്, SQL ഇതെല്ലാം നമുക്ക് W3 സ്കൂളിൽ നിന്ന് പഠിച്ചെടുക്കാവുന്നതാണ്. GCFlearnfree.org അതൊരു ലേണിംഗ് സൈറ്റാണ്. ഇതാ ഓരോ സൈറ്റും ഇഗ്നോൻ്റെ സൈറ്റാണിത്, വെബ്സൈറ്റാണ്. മറ്റൊന്ന് NPTELൻ്റെ വെബ്സൈറ്റ്. ഓക്കെ, 2 വെബ്സൈറ്റാണ് ഇവർ ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ചെക്ക് യുവർ സെൽഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റിയൽ ടൈം എക്സ്ചേഞ്ച് ഓഫ് ടെക്സ്റ്റ് മെസ്സേജസ് ബിറ്റ്വീൻ 2 or more persons ഓവർ ഇൻ്റർനെറ്റ് ഈസ് ടേംഡ് ഓൺലൈൻ ചാറ്റ്, ചാറ്റ്. അടുത്തത്, പിക്ക് ദി ഓഡ് വൺ ഔട്ട്. ബുക്ക് റീഡർ, ടെക്സ്റ്റ്, ടെലിവിഷൻ ചാനൽസ്, ബിസിനസ്. ഓക്കെ, ആദ്യത്തെ 3 ലേണിംഗ് ടൂൾസാണ്. ബിസിനസ് ആ കാറ്റഗറിയിൽ വരുന്നതല്ല. അടുത്ത ഡിഫൈൻ ടെക്സ്റ്റ്. വളരെ സിമ്പിളായിട്ട് ടെക്സ്റ്റ് നിങ്ങൾക്ക് ഇലക്ട്രോണിക് ടെക്സ്റ്റ് എന്ന് പറയാം. ടെക്സ്ച്വൽ ഇൻഫർമേഷൻ ഇൻ ഇലക്ട്രോണിക് ഫോർമാറ്റ് എന്നാണ് നമുക്ക് അതിൻ്റെ ഡെഫിനിഷനായിട്ട് പറയാൻ പറ്റുന്നത്. ഈ ടെക്സ്റ്റിനെ പല ഫോർമാറ്റിലേക്കും നമുക്ക് മാറ്റാൻ കഴിയുന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്കതിനെ വോയിസ് ആക്കി മാറ്റാം. ബുക്ക് റീഡറോ അല്ലെങ്കിൽ ടെക്സ്റ്റ് റീഡർ വെച്ചിട്ട് നമുക്ക് ടെക്സ്റ്റിനെ വോയിസ് ആക്കി മാറ്റാം. ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ അത് ഉപകാരപ്രദമാണ്. അടുത്ത ചോദ്യം, ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ ലേണിംഗ് ടൂൾ. ഇതാ മുകളിൽ കിടക്കുന്ന ബുക്ക് റീഡർ, ടെക്സ്റ്റ്, ടെലിവിഷൻ ചാനൽസ് ഇതെല്ലാം തന്നെ ബുക്ക് റീഡറാണ്. ഇനി ടെലിവിഷൻ ചാനൽസിന് ഉദാഹരണം പറഞ്ഞാൽ കൈറ്റ് വിക്ടേഴ്സ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എഴുതാവുന്നതാണ്. പിന്നെ അതുപോലെ ദൂരദർശൻ്റെ വ്യാസോ അങ്ങനെ എന്തോ ഒന്നും കൂടിയുണ്ട്. നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ICT ആപ്ലിക്കേഷൻസ് ഇൻ ഹെൽത്ത് കെയർ. ഇത് ICT ഇൻ ഹെൽത്ത് കെയർ ഒരു ഡയഗ്രാമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ആണ്. നിങ്ങൾക്ക് അറിയാം, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരുപാട് ഇപ്പോൾ ഈയിടെയായി ഉപയോഗിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സും കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ വർക്ക് ചെയ്യുന്നതാണ്. CT സ്കാനർ, MRI സ്കാനർ, ഒരുപാട് കാര്യങ്ങൾ, ഒരുവിധം എല്ലാം തന്നെ എല്ലാ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സും കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെയാണ് വർക്ക് ചെയ്യുന്നത്. മറ്റൊന്ന് പേഷ്യൻ്റ് റെക്കോർഡ് കീപ്പിംഗ് ആണ്. നിങ്ങൾ മിംസ് ഹോസ്പിറ്റലിലെല്ലാം പോയി കഴിഞ്ഞാൽ കാണാം, ഡോക്ടർ മുന്നിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ടാവും. ആ കമ്പ്യൂട്ടറിൽ ഡോക്ടർ പേഷ്യൻറ്റിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും എൻ്റർ ചെയ്യുന്നത് കാണാം. പിന്നീട് ഒരിക്കലും എപ്പോഴെങ്കിലും വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ പോകുമ്പോൾ പോലും നിങ്ങൾ അന്ന് കാണിച്ച ആ ഒരു ID നമ്പർ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ അന്നത്തെ നിങ്ങൾക്ക് എന്തായിരുന്നു അസുഖം, അതെല്ലാം നിങ്ങളെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട്സിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു, ഇതെല്ലാം അവർ നമുക്ക് പറഞ്ഞു തരും. അടുത്തത് വെബ് ബേസ്ഡ് സപ്പോർട്ട് ആൻഡ് ഡയഗ്നോസിസ് ആണ്. വെബ് ബേസ്ഡ് സപ്പോർട്ട് ആൻഡ് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു രോഗം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ നെറ്റിൽ നോക്കി വായിച്ചതിന് ഗൂഗിളിനോട് ചോദിച്ചാൽ മതി. ഗൂഗിൾ അസിസ്റ്റൻറ്റിനോട് ആ രോഗത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞിട്ട് ഗൂഗിളിനോട് ചോദിച്ചാൽ തന്നെ ഗൂഗിൾ തന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും. പക്ഷേ സെൽഫായിട്ട് ട്രീറ്റ്മെൻ്റ് ഒന്നും പാടില്ല, ഡോക്ടറെ അടുത്ത് പോയിട്ടേ കാര്യങ്ങൾ മനസ്സിലാക്കാവുള്ളൂ. പക്ഷേ എന്നാലും വെബ് ബേസ്ഡ് സപ്പോർട്ടും ഡയഗ്നോസിസും ഒക്കെ ഇപ്പോൾ പോസിബിളാണ്. മറ്റൊന്ന് ടെലിമെഡിസിനാണ്. കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ആ ഏരിയയിൽ പറഞ്ഞിരിക്കുന്ന ടെലിമെഡിസിനാണ്. ടെലിമെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ഏതോ ഒരു സ്ഥലത്തിരിക്കും, പേഷ്യൻ്റാണ് മറ്റൊരു സ്ഥലത്തും. അങ്ങനെ ഡോക്ടർ ഇപ്പോൾ ഈ ഒരു കൊറോണ കാലത്ത് ടെലിമെഡിസിനൊക്കെ വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമുക്ക് ഡോക്ടറെ അടുത്തേക്ക് പോകണ്ട, കൊറോണനെ പേടിച്ച് നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പോകുന്നില്ല. പകരം ടെലിമെഡിസിൻ വഴിയാണ് നമ്മൾ ഡോക്ടറുമായിട്ട് സംവദിക്കുന്നത്. ഡോക്ടർ നമുക്ക് മെഡിസിൻ തരുന്നതും വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഒരു സംവിധാനത്തിലൂടെ ഇമെയിൽ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ലാസ്റ്റ് വരുന്നത് റിസർച്ചാണ്. ഈ ഒരു മെഡിക്കൽ ഫീൽഡിൽ ഒരുപാട് റിസർച്ചുകൾ നടക്കുന്നുണ്ട്. പുതിയ മെഡിസിൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ പല രീതിയിലുള്ള റിസർച്ചും ഡെവലപ്മെൻറ്റും സാധ്യമാവുന്നുണ്ട്. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ICT എനേബിൾഡ് സർവീസസ്. ഈ ICT എനേബിൾഡ് സർവീസസിനെ നമ്മൾ വെബ് എനേബിൾഡ് സർവീസസ് എന്നും പറയാറുണ്ട്. ഈ ഒരു ICT എനേബിൾഡ് സർവീസസിലൂടെ നമുക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ടത് കോൾ സെൻറ്റേഴ്സ്, BPOs, മെഡിക്കൽ
ട്രാൻസ്ക്രിപ്ഷൻസ്. നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. BPO എന്ന് പറഞ്ഞാൽ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്. ആൻഡ് ഔട്ട്സോഴ്സിങ് ഈസ് എ ടേം യൂസ്ഡ് ഇൻ ബിസിനസ് ഫീൽഡ്. ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ഹയറിങ് അനദർ കമ്പനി ടു ഹാൻഡിൽ ബിസിനസ് ആക്ടിവിറ്റീസ് ഓഫ് അവർ കമ്പനി. നമ്മുടെ ബിസിനസ് ഫേമിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ മറ്റൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള കമ്പനീനെ ഏൽപ്പിക്കുക. അത്തരമൊരു പ്രോസസ്സിനെയാണ് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്നത്. അടുത്തത് നോളേജ് പ്രോസസ് ഔട്ട്സോഴ്സിങ്. ഇവിടെ പ്രധാനമായിട്ടും നോളേജാണ് ഔട്ട്സോഴ്സ് ചെയ്യുന്നത്. പല കമ്പനികൾക്ക് വേണ്ടിയിട്ടും ഒരു പെർട്ടിക്കുലർ കമ്പനിയിലുള്ള എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നു. സം ഓഫ് ദി കോർ പ്രോസസ് ഔട്ട്സോഴ്സ്ഡ് ഇൻ KPO include ഡാറ്റ സെർച്ച്, ഡാറ്റ ഇൻറ്റഗ്രേഷൻ, മാർക്കറ്റ് റിസർച്ച്, ഫോർഡ് അനാലിറ്റിക്സ്. ഇതെല്ലാം തന്നെ KPOൻ്റെ കീഴിലാണ് വരുന്നത്. ICT എനേബിൾഡ് സർവീസിലെ മൂന്നാമത്തെ എക്സാമ്പിളാണ് കോൾ സെൻറ്റേഴ്സ്. A call center is a telephone service facility set up to handle a large number of both incoming and outgoing calls for an organization. Call centers are also called service centers, sales centers, contact centers, etc. The basic responsibility of a call center is to handle the telephone calls for supporting various services provided by an organization. അടുത്തത് ടെലികോൺഫറൻസിംഗ് ആണ്. ഇറ്റ് ഈസ് എ മീറ്റിംഗ് ഓർ കോൺഫറൻസ് ബിറ്റ്വീൻ 2 or more persons. They are in remote locations and it is made possible with computer and internet. Teleconferencing is used to connect several different people from several different locations. It is used in education, business, administration, etc. നെക്സ്റ്റ് വൺ ഈസ് വീഡിയോ കോൺഫറൻസിങ്. വീഡിയോ കോൺഫറൻസിങ് നമ്മളിപ്പോൾ ചെയ്യുന്ന ഗൂഗിൾ മീറ്റിലും സൂമിലൊക്കെ നമ്മൾ ചെയ്യുന്ന വീഡിയോ കോൺഫറൻസിങ് ആണ്. ഈവൻ നമ്മൾ വാട്സപ്പിലും നമുക്ക് വീഡിയോ കോൺഫറൻസിങ് ചെയ്യാവുന്നതാണ്. വീഡിയോ കോൺഫറൻസിങ് ഈസ് എ ടൈപ്പ് ഓഫ് ടെലികോൺഫറൻസിങ് where we can include the video of the persons involved in the conference. Video conference allow people at remote locations join in a conference and share information. A video camera and a speakerphone are connected to a computer and the computers are connected to the network or internet. Video conferencing is a facility which enables participants in different locations to take part in conference by means of audio and video communication.